ശ്രീ ഗോകുലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചേർത്തല. കേരള സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ട് കമ്പനിയുമായിട്ട് ഉണ്ടാക്കിയ കരാറ് പ്രകാരം $250 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മറ്റേതെങ്കിലും പോർട്ടിൽ 25% ഓഹരിയുള്ള ഒരു കമ്പനിക്ക് അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിൻ്റെ ഓഹരികൾ കൈമാറാൻ പാടില്ല എന്ന നിബന്ധനയുണ്ട്. കരാറിലെ 5-9 ക്ലോസ് ഇത് സംബന്ധിച്ചിട്ടുള്ളതാണ്. കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കേരളത്തോട് പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിങ്ങളുടെ ക്യാബിനറ്റ് ഇക്കാര്യം ചർച്ച ചെയ്തോ? മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് തൂത്തുക്കുടി പോർട്ടിൽ ഓഹരിയില്ലേ? അവിടുത്തെ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ അത് പൂർണ്ണമായും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലല്ലേ? അങ്ങനെ ഒരു കമ്പനിക്ക് എങ്ങനെയാണ് അദാനി വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% ഓഹരികൾ കൈമാറാൻ കേരള സർക്കാർ അനുവാദം കൊടുക്കാൻ പോകുന്നത്? ഇതാരാദ്യം അറിഞ്ഞു എന്നുള്ളത് തർക്കമൊന്നുമല്ല കേട്ടോ പ്രശ്നം. കേരള സർക്കാർ ഒഴിച്ച ബാക്കി എല്ലാവരും ഇതൊക്കെ നേരത്തെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എക്കണോമിക് ടൈംസ് ജൂൺ 1 ഇത് സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള വാർത്ത നൽകിയതാണ്. മാതൃഭൂമി 3-ാം തീയതി ജൂൺ 3 വാർത്ത നൽകി. ദേശാഭിമാനി ജൂൺ 5 വാർത്ത നൽകി. പക്ഷേ മെയ് 28 കേരളത്തിലെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ മാത്രം ഇതൊന്നും അറിഞ്ഞില്ല. അദ്ദേഹം കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയത് പുതിയ CEO വന്നതിന് ശേഷമാണ്. എന്താ, പഴയ CEO കേരളത്തിൻ്റെ CEO അല്ലേ?